ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടി കുട്ടി ഡിസൈൻസ് കണ്ടാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ സ്പൈറലിൻ്റെ താഴോട്ടായിട്ട് രണ്ട് സൈഡിലും ഇതുപോലെ യു വരുന്നൊരു ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പൈറലിന് മുകളിലും ഈ വരച്ചെടുത്ത ഷേപ്പിന് മുകളിലായിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ലെയർ പെറ്റൽ കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് അടുത്തൊരു ലെയർ പെറ്റൽ കൂടെ വരച്ചു കൊടുക്കുക. രണ്ടാമത്തെ ലെയർ വരച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി വലിപ്പം കൂട്ടി തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ലൈറ്റായിട്ടൊന്ന് 2 ലീവ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കുനിപ്പിട്ട് കൊടുത്തിട്ട് ലീവ്സിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ആ ലീവ്സിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഇനി അടുത്തൊരു ലീഫും ഇതുപോലെ തന്നെ കുനിപ്പ് കൊടുത്ത ശേഷം ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുക്കുക. ഇനി ഈ വരച്ചെടുത്ത ലീവ്സിനുള്ളിൽ ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലീവ്സിനുള്ളിലും ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ 2 ലീവ്സും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ പെറ്റലിനുള്ളിൽ ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പെറ്റൽസിനുള്ളിലും ഷെയ്ഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഔട്ട്ലൈനും കട്ടി കൂട്ടി വരച്ച ശേഷം ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ വരുന്ന പെറ്റൽസിനും ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു സ്ക്വയർ വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്ക്വയറിനുള്ളിലായിട്ട് 2 ലൈൻസ് കൊടുത്ത് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ 2 സൈഡിലും ലൈൻസ് കൊടുത്ത് കുഞ്ഞു കുഞ്ഞു കള്ളികളാക്കി വരച്ചെടുക്കുക. അതിനുശേഷം ഈ സ്ക്വയറിൻ്റെ ഉള്ളിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ബോക്സിൻ്റെ ജോയിൻസിലും ഇൻഡു ഷേപ്പ് വരുന്ന രീതിയിലൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഏരോ പോലെ വരുന്ന ഭാഗത്ത് ഈ ലൈൻസിലായിട്ട് സെൻറ്ററിലൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 2 ഭാഗത്തോട്ടും വലിച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ ലൈൻസിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ഡിസൈനിൻ്റെ പുറത്തായിട്ടൊരു ലൈൻ കൂടെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ സൈഡിലും ലൈൻസ് വരച്ച് ഒരു സ്ക്വയറാക്കി വരച്ചെടുക്കുക. അതിനുശേഷം ഉള്ളിൽ കൊടുത്ത വലിയ സ്ക്വയറിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കട്ടി കൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗവും കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ സ്ക്വയറിനുള്ളിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്യാപ്പിൽ സെൻട്രലായിട്ട് ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാ കോളത്തിലും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി അടുത്തതായിട്ടൊരു ലീഫാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കർവ് വരുന്നൊരു ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയും മുകളിലും ഇതുപോലെ കർവ് വരുന്ന ഓരോ ലൈൻസ് വീതം വരച്ചു കൊടുക്കുക.
എന്നിട്ടൊരു ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അതിനുശേഷം ഈ സെൻറ്ററിൽ കൊടുത്ത ലൈനിൽ നിന്നും താഴെ കൊടുത്ത ലൈനിലോട്ട് ഇതുപോലെ ഇത്തിരി ചെരിച്ചിട്ട് ഓരോ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഇത്തിരി ഗ്യാപ്പിട്ട് ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു സെൻറ്റർ ലൈനിൽ നിന്നും മുകളിലത്തെ ലൈനിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ലൈൻസ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ലൈൻസും വരച്ചെടുത്ത ശേഷം ഈ ഒരു ഡിസൈൻ്റെ സെൻറ്റർ ലൈൻ ഒന്ന് കട്ടികൂട്ടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ലീഫിന് തണ്ട് വരുന്ന രീതിയിൽ ഈ സെൻറ്റർ ലൈനിൻ്റെ തുടക്ക ഭാഗത്ത് ഇത്തിരി കട്ടി കൂട്ടി ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതിനുശേഷം ഈ ലൈനിൻ്റെ താഴ്ഭാഗവും മുകൾ ഭാഗവും ഒന്ന് കട്ടി കൂട്ടി വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.